ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുന്ന AITP ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ പൂച്ചേട്ടിയിലുള്ള ചിന്നൻ സൺസിന്റെ പുത്തൻ പുതിയ വെറൈറ്റി AITP ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ ടാറ്റ ചേസിൽ ഇറങ്ങിയിരിക്കുന്ന 12 മീറ്റർ AITP ടൂറിസ്റ്റ് ബസ്സാണ്. കൂടാതെ കേരളത്തിൽ തന്നെ ആദ്യമായി പ്രകാശിൽ നിന്ന് ഡുവൽ കളറിൽ ഇറങ്ങിയിരിക്കുന്ന AITP ടൂറിസ്റ്റ് ബസ് കൂടിയാണ് നമ്മുടെ ചിന്നൻ സൺസിന്റെ പുത്തൻ പുതിയ ബസ്. ഈ സൈഡിലേക്ക് നോക്കിയാൽ മഞ്ഞ ബസ്സായിരിക്കും, ഈ സൈഡിലേക്ക് നോക്കിയാൽ പച്ച ബസ്സായിരിക്കും. അങ്ങനെ ഡുവൽ കളറിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ബസ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നോക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രകാശിന്റെ സെഡസ്ത്ര ഫ്രണ്ടാണ് ഈ ബസ്സിന് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ലുക്ക് മാറിയിരിക്കുന്നത് ഈ ഒരു ഡുവൽ കളറിലാണ്. ഈ ഭാഗത്ത് യെല്ലോ, ഈ ഭാഗത്ത് ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രണ്ട് കൗൾ പോർഷൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത് സ്റ്റോം എന്നുള്ളതാണ്. ബസ്സിന്റെ പേര് ഇവരുടെ ബസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു ഫോണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ചിന്നൻ സൺസ് എന്നുള്ളത് ഇവരുടെ കളർ തീമിനനുസരിച്ച് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. കൊല്ലന്നൂർ ഗ്രൂപ്പ് കൺസേൺ എന്ന് കാണാം. കൊല്ലന്നൂർ എന്നുള്ളത് ഇവരുടെ ഫാമിലി നെയിമാണ്. അതുപോലെ ചിന്നൻ എന്നുള്ളത് നമ്മുടെ ഓണറിന്റെ ഫാദറിന്റെ നെയിമാണ് ചിന്നൻ എന്നുള്ളത്. അതുപോലെ സെഡോണിന്റെ മനോഹരമായ കൊമ്പുകൾ കാണാം. ആ കളർ തീം അനുസരിച്ച് ഇവിടെ യെല്ലോ ബ്ലാക്കും ഇവിടെ ഗ്രീൻ ബ്ലാക്കും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെഡസ്ത്ര ആയതുകൊണ്ട് ഈ DRL മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇനി ടാറ്റ 1622 LPO 12 മീറ്റർ ചേസിൽ ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ്. ടാറ്റയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 220 HP പവറും 850 Nm ടോർക്കുമാണ് വരുന്നത്. ടാറ്റ കമിൻസ് B 5.6 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിൻസ് ആണ് ഇതിനകത്ത് ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളത്. 5635 ആണ് ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. പോർഷൻ ലുക്കിലേക്ക് വരാം. ഇവിടെ ഇതിന്റെ ഡ്രൈവർ ഡോർ വരുന്നുണ്ട്. അതുപോലെ ടയർസ് 295/80R 22% സൈസിലുള്ള അപ്പോളോ ടയർസ് ആണ് വെച്ചിട്ടുള്ളത്. ക്രോമിന്റെ പ്ലേറ്റ്സ് കൊടുത്തിട്ട് വീൽ കപ്സ് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഫസ്റ്റ് ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽബ്ലൂ ടാങ്ക് ആണ്. 24 ലിറ്ററാണ് ഇതിന്റെ ആൽബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ശേഷം ഇവിടുത്തെ ഈ ഒരു ഓപ്പണിങ്ങും ഡീസൽ ടാങ്കിന്റെ കണക്ടിവിറ്റിയാണ് വരുന്നത്. ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി പറയുന്നത് 350 ലിറ്ററാണ്. ബാക്ക് വീൽ ടയേഴ്സ് ഈ ഒരു സൈഡിൽ ഈ കളർ കോമ്പിനേഷനിൽ യെല്ലോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പർ സൈഡിൽ ഗ്രീൻ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് ഡിക്കി സ്പേസ് നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ ബാക്ക് ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. വലിയൊരു ഡിക്കി സ്പേസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ താഴ്ഭാഗത്തെല്ലാം ഫുള്ളായിട്ട് വലിയൊരു ഡിക്കി സ്പേസ് പ്രകാശ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബസ്സിന്റെ ഹൈലൈറ്റ് സാധനമാണ് ഇതിന്റെ ഗ്രാഫിക്സ്. ഈ ഒരു സൈഡിലായിട്ട് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കി. ഈ ഒരു സൈഡ് കണ്ടാൽ ഇതൊരു യെല്ലോ കളറുള്ള ബസ്സാണെന്ന് പറയുള്ളൂ. പക്ഷേ അപ്പുറത്തെ സൈഡ് കണ്ടാലാണ് നമ്മൾ ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് നമ്മൾ കാണാൻ പോണത്. ഇവിടെ സെൻട്രലായിട്ട് കൊല്ലന്നൂർ ട്രാവൽസ് എന്നുള്ള KT എന്നുള്ള ലോഗോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഗ്രാഫിക്സ് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തോ. ഇനി ഈ ഒരു സൈഡിലെ ഗ്രാഫിക്സ് ലുക്ക് നോക്കിയേ. ഗ്രീന് ബ്ലാക്ക് കോമ്പിനേഷനിൽ എടുത്തിരിക്കുന്ന മനോഹരമായ ഗ്രാഫിക്സ് ആണ്. അപ്പുറത്ത് യെല്ലോ ആണെങ്കിൽ ഇപ്പുറത്ത് ഗ്രീൻ ആണ്. അങ്ങനെ 2 കളറിലാണ് ഈ ഒരു ബസ് ചിന്നൻ സൺസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഗ്രാഫിക്സ് മക്കളെ? സൈഡിലായിട്ട് ഫസ്റ്റ് ഡിക്കി ഓപ്പണിംഗിൽ വരുന്നതിന്റെ ബാറ്ററി ബോക്സ് ആണ്. 12 വോൾട്ടിന് 2 ബാറ്ററി വെച്ച് 24 വോൾട്ടാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ആയിട്ട് അടുത്ത ഡിക്കി സ്പേസ് വരുന്നത് ഇതിന്റെ അതെല്ലാം അപ്പുറത്തെ ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഇവിടെ ഇതിന്റെ സ്പെയർ വീലും വേറെ ഡിക്കി സ്പേസർ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലെ ടയർ യെല്ലോ വീൽ കപ്പിന് പകരം ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് ഡിക്കി സ്പേസ്, ബാക്കിലെ ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സൈഡിലെ ഡിക്കി സ്പേസ് ആണ് വരുന്നത്. ഇവിടെ എല്ലാം ഒരു ഡിക്കി ഓപ്പണിംഗ് മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ 2 ഡിക്കി ഓപ്പണിംഗ് വരാറുണ്ട്. ഇതിന് ഒരു ഡിക്കി ഓപ്പണിംഗ് മാത്രമേ ഈ ഒരു ബാക്ക് റിയർ വീലിന് ശേഷം വന്നിട്ടുള്ളൂ. ഇനി ഇതിന്റെ ബാക്ക് ലുക്ക് നമുക്ക് നോക്കാം. സെഡസ്ത്ര കൗളിലാണ് ഇതിന്റെ ബാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബാക്ക് നോക്കുമ്പോൾ തന്നെ ഈ ബസ്സിന്റെ ഡുവൽ കളർ നമുക്ക് മനസ്സിലാവും. ഈ സൈഡ് യെല്ലോ, ഈ സൈഡ് ഗ്രീൻ. സെൻട്രലായിട്ട് ഇവരുടെ ലോഗോ കൊല്ലന്നൂർ ഗ്രൂപ്പിന്റെ അഡ്രസ്സ് കാര്യങ്ങളും ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ മുകളിലെ ഗ്ലാസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാശിന്റെ ലോഗോ കാണാം. സെഡസ്ത്രയ്ക്കുള്ള സ്ക്വയറുള്ള റിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒരു ഡിക്കി സ്പേസ് ആണ് വരുന്നത്. ഈ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ബെല്ലി ഡിക്കിയാണ് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ബാക്ക് ലുക്ക് വരുന്നത്. ടാറ്റയുടെ 12 മീറ്ററിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 11865 mm ആണ്. അതുപോലെ ഇതിന്റെ വീൽ ബേസ് ഫ്രണ്ട് വീൽ സെന്റർ ടു ബാക്ക് വീൽ സെന്റർ 6200 mm ആണ്. ചിന്നൻ സൺസിന്റെ ഗാരേജിൽ വേറെ 2 ബസ്സുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പരിചയപ്പെട്ടോ. സെഡോൺ ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള റെഡ് ബുൾ എഡിഷൻ നെയിമിലുള്ള ഐഷർ ചേസിലുള്ള ബസ്സാണ്. 210 വീൽ ബേസിലുള്ള ഐഷർ ചേസിലുള്ള ബസ്സാണ്. ചിന്നൻ സൺസിന്റെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഫാമിലി നെയിമാണ് കൊല്ലന്നൂർ എന്നുള്ളത് എല്ലാ ബസ്സിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ
ഇവിടെ ഒരു സെഡസ്ത്ര ഉണ്ട്. സെഡസ്ത്ര ടാറ്റ ചേസിലാണ് ചെയ്തിട്ടുള്ളത്. 210 വീൽ ബേസിലാണ്. ഇതിന്റെ എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പാന്തർ എന്നാണ്. ഈ 2 ബസ് കൂടാതെ ഇവർക്ക് SML-ന്റെ ഒരു 30 സീറ്റും ഒരു 24 സീറ്റും ഉണ്ട്. അതുകൂടാതെ ഒരു ടാറ്റ മാർക്കോ പോളോ 40 സീറ്റർ ഉണ്ട്. ബസ്സൊന്നും അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മളൊന്ന് കാണിക്കാത്തത്. കൂടാതെ 2 ട്രാവലറുകളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൊല്ലനൂർ ഗ്രൂപ്പിന്റെ ചിന്നൻ സൺസിന്റെ ഗാരേജിലുള്ള ബാക്കിയുള്ള ബസ്സുകളുടെ വിശേഷങ്ങൾ. നോർമൽ സെഡസ്ത്രയും അതുപോലെ 12 മീറ്റർ ഹൈറ്റോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ള സെഡസ്ത്രയുടെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ബസ്സും കാണാം. ഇത് BS6 സെഡസ്ത്രയാണ്, ഇത് BS4 സെഡസ്ത്രയാണ്. ഇതിന്റെ ടോപ്പിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഇതിന്റെ ഹൈറ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ കോൾ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസും ഈ ഒരു ഗിൽ പോർഷനും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു ഗ്ലാസും ഈ ഒരു ഗിൽ പോർഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 12 മീറ്റർ ആയിട്ട് ഇവിടെ ഡിക്കിയുടെ ഹൈറ്റ് വരുന്ന നോക്കിയേ. എൻ്റെ ഒരു പൊക്കത്തിലാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. നമ്മുടെ നോർമൽ സെഡസ്ത്ര അതിന്റെ ഹൈറ്റ് ഈ ഒരു ഹൈറ്റാണ് വരുന്നത്. ഈ ഒരു ഹൈറ്റാണ് ഈ ബസ്സിന് മൊത്തത്തിൽ വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഹൈറ്റാണ് മുകളിലേക്ക് ഇതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. അതാണ് നോർമലി ഉള്ളൊരു സെഡസ്ത്രയും ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന AITP 12 മീറ്റർ സെഡസ്ത്രയും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ നമുക്ക് ചിന്നൻ സൺസിന്റെ ടാറ്റ 1622 12 മീറ്ററിന്റെ ഡ്രൈവർ ക്യാബിന്റെ ലുക്ക് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ടാറ്റ ചേസിലുള്ള 12 മീറ്റർ AITP-കൾ ഇങ്ങനെ പരിചയപ്പെടുത്തൽ കുറവാണ്. നമ്മളിതിന് മുന്നേ 2 വണ്ടികൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ടാറ്റയുടെ മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഈ ഭാഗത്തായിട്ട് ഇതിന്റെ പവർ സ്വിച്ച്, AC-യുടെ ഓപ്പറേറ്റിംഗ് സ്വിച്ച്, ലൈറ്റുകളുടെ ഒക്കെ സ്വിച്ചുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തും CCTV-യുടെ ഔട്ട്പുട്ട് മോണിറ്റർ ഉണ്ട്. ലൈറ്റുകളുടെ ഇന്ത്യൻ ലൈറ്റുകളുടെ സ്വിച്ച് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ മാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ലൈലൻഡ് വൈക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നതിനെക്കാട്ടും കുറച്ച് താഴ്ന്നിട്ടാണ് ഇതിന്റെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. ഇനി ഇതിന്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടാറ്റയുടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന സീറ്റാണ്. ഇത്രയധികം ഹൈറ്റ് ഉള്ള സീറ്റാണ്. ഡ്രൈവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഡ്രൈവർ സീറ്റിനകത്തായിട്ട് സീറ്റ് ബെൽറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം കംഫർട്ട് ഡ്രൈവർ ക്യാബിനിലായിട്ട് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് AITP 12 മീറ്റർ ടാറ്റ ചേസിൽ ഇറങ്ങിയിട്ടുള്ള ചിന്നൻ സൺസിന്റെ ഡ്രൈവർ ക്യാബിന്റെ ലുക്ക്. ചിന്നൻ സൺസിന്റെ അടുത്ത വെറൈറ്റി ഉള്ളത് ഇതിന്റെ ഇന്റീരിയർ ആണ്. ഇതിന്റെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലോത്ത് വർക്കിന് പകരമായിട്ട് റെക്സിൻ വർക്കാണ് ഇതിന്റെ സീലിങ്ങും അതുപോലെ സീറ്റുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. AITP ആയതുകൊണ്ട് തന്നെ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് പ്രകാശ് ഒരുക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ പ്രകാശിന് വന്നിരിക്കുന്ന ഫ്രഷ് ലുക്കിലാണുള്ളത്. നമ്മൾ ഇതുവരെ ചെയ്ത AITP എന്നൊക്കെ വ്യത്യസ്തമായിട്ട് റൂഫ് ബെർത്ത് പോർഷൻസ് എല്ലാം റെക്സിലാണ് ഈ ഒരു ബസ്സിന് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെല്ലാർ SP-ന്റെ പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ബെർത്തിലൂടെ ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗാങ്വേയിലൂടെ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ലൈറ്റ്സും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതൊരു അപ്ഡേഷന് പോയിട്ടില്ല. അപ്ഡേഷന് പോയി വന്നു കഴിയുമ്പം ഈ ലുക്ക് മൊത്തത്തിൽ മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സീറ്റിങ്ങിന്റെ കംഫർട്ടോടെ നമുക്ക് നോക്കാം. സീറ്റിന്റെ കംഫർട്ടിലേക്ക് നോക്കിയാൽ അത് നമുക്ക് റിക്ലൈനിങ് ചെക്ക് ചെയ്യാം. ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് ഒരു ഉറങ്ങിപ്പോകുന്നൊക്കെ രീതിയിലുള്ള കംഫർട്ട് റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. കൂടാതെ ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ തൈ സപ്പോർട്ട് ഈ ഒരു സീറ്റിന് കുറച്ച് കുഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കുമ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സീറ്റിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, അതുപോലെ മൊബൈൽ ചാർജിംഗ് പോർട്ട്, സീ പോർട്ട് അടക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സീറ്റിന്റെ മുകളിലായിട്ടും ഫാൻ ഫെസിലിറ്റി വരുന്നുണ്ട്. ബസ് ഡുവൽ കളറിലാണെങ്കിലും ഇന്റീരിയറിൽ ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറിലുള്ള കർട്ടൻസ് ആണ് ഇന്റീരിയർ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഒരു 24 ഇഞ്ചിന്റെ TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ട് ഒരു 50 ഇഞ്ച് വിടുത്തുള്ള TV സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന വഴിക്കായിട്ട് ഒരു വാട്ടർ ഡിസ്പെൻസർ ബ്ലൂ സ്റ്റാറിന്റെ ഒരു മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഇവർക്ക് കാല് നീട്ടി വെക്കാനായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. ഒരു അഡീഷണൽ പീസ് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഇതുപോലെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇറങ്ങി പോകാനൊക്കെ നമുക്ക് സുഖമായിരിക്കും. പിന്നെ ആൾക്കാർ ഇരിക്കുമ്പം ഈ ഒരു സാധനം അവിടെ റീപ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിവിടെ ചിന്നൻ സൺസിന്റെ സ്റ്റാഫ്സ് ഉണ്ട്. നമുക്ക് അവരെ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ AITP ബസിന്റെ ഡ്രൈവർ. ചേട്ടാ പേര്? രഞ്ജിത്ത്. വീടോടെ? വീട് വേറെ തന്നെയാണ്, വില്ലെന്ന് പറയും. ഓക്കെ. എത്രയായി നമ്മുടെ ചിന്നൻ സൺസിൽ? കുറെ കാലമായോ? ഒരു 5 കൊല്ലം. 5 കൊല്ലമായില്ലേ? നമ്മുടെ ബസ് വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? പുതിയ വണ്ടി വന്നിട്ട് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. ഓക്കെ. പുതിയ ടാറ്റ ചേസിൽ വന്നിട്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് നമുക്ക് ആള് പുതിയാണ്. പുതിയാണ്. അപ്പോൾ ബാക്കി വിളിക്കും. അടുത്താണ്. എന്താ പേര്? വിഷ്ണു എന്നാണ് പേര്. വിഷ്ണു. വീട് അടുത്ത കുഞ്ഞുപുരിയാണ്. ചിന്നൻ സൺസിന്റെ ഏത് ബസ്സാണ് കൈകാര്യം ചെയ്യുന്നത്? സെഡോണാണ്. ഓക്കെ. ഐഷർ. ഓക്കെ. ഈ അടുത്ത നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ക്യാമറമാൻ കേട്ടോ. പേര്? അഭിജിത്ത്. വീടോടെയാ? കുണ്ടുകാട്. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ പുതിയ AITP ബസ്? എങ്ങനെയുണ്ട്? കൊള്ളാം. തൃശ്ശൂരിൽ ഇപ്പോ ഡബിൾ കളർ ആദ്യത്തില്ല. ഡുവൽ കളർ എങ്ങനെയുണ്ട്? വെറൈറ്റി ആയില്ലേ? സെറ്റ് ഗ്രാഫിക്സ് അല്ലേ? ഇനി നമ്മൾ അപ്ഡേഷൻ കഴിഞ്ഞാൽ ഇതിലേക്ക് എടുക്കും അല്ലേ? അതല്ല. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിന്നൻ സൺസിന്റെ പുത്തൻ പുതിയ
വെറൈറ്റി ലുക്കിൽ ഇറങ്ങിയിരിക്കുന്ന AITP ടൂറിസ്റ്റ് ബസ് എങ്ങനെയുണ്ട്? ടാറ്റ ചേസാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബസ് നിങ്ങൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡുവൽ കളറിൽ ഇറങ്ങിയിരിക്കുന്ന മനോഹരമായ ഗ്രാഫിക്സോടെ ഇറങ്ങിയിരിക്കുന്ന ടാറ്റ 1672 ചേസുള്ള ബസ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുത്തൻ പുതിയ AIT ബസ്സുകളുടെ വിശേഷങ്ങളാണ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജി നിലമ്പൂർ.